ഗൈസ് അസ്സലാമു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായി സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വിരുന്നുള്ള ദിവസത്തെ വിശേഷങ്ങളാണ് നമുക്ക്. സോ മെനി പീപ്പിൾ അതെ, മറ്റേ നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു ഇൻട്രോ ചെയ്തിട്ട് നല്ല വീഡിയോ തുടങ്ങാറ്, പക്ഷെ ഇന്ന് എനിക്ക് ഇൻട്രോ ചെയ്തിട്ട് തുടങ്ങണം എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മറ്റേ കുറേ പേര് വരുന്നുണ്ട്, സർപ്രൈസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് ആരാധന സർപ്രൈസ് ആയ അപ്പൊ കുറെ പേര് ചോദിച്ചിരുന്നു കേട്ടോ, എന്റെ പപ്പയാണോ എന്നൊക്കെ കുറെ പേര് ചോദിച്ചിരുന്നു. അത് ഞാൻ ആദ്യം തന്നെ പറയുന്നു, ഇവിടെ പപ്പയൊന്നും അല്ല കേട്ടോ, ഇവിടെ പപ്പയൊന്നും ഇനി പറഞ്ഞ വീഡിയോ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്ന് നമ്മള് നെബിലൂട്ടർ വീട്ടിൽ നിന്ന് നിധിയും മിനിയും ഒക്കെയാണ് വരുന്നത് കേട്ടോ. കുഞ്ഞുമോളും കുഞ്ഞുമോളെ വിട്ടു, കുഞ്ഞുമോളാണ് നമ്മൾ അതെ. അപ്പോൾ കുഞ്ഞുമോളും ഒക്കെ വരുന്നത് അവരാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് കേട്ടോ. കൂടാതെ നമ്മുടെ ജാസ്തി കുട്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാവരും വരുന്ന ദിവസമാണ്. ചിലപ്പോൾ നമുക്ക് ഇന്നത് പ്രിപ്പറേഷൻ ആയിരിക്കും, അടുത്ത വീഡിയോയിലായിരിക്കും അവർ വരുന്ന വീഡിയോ ഉണ്ടാവുക കേട്ടോ. ഇത് അവർ വരുന്ന ദിവസത്തെ പ്രിപ്പറേഷൻസ് ആണ്. നമ്മൾ ഗസ്റ്റുകൾ വരുന്നതല്ല. അപ്പോൾ നാളത്തേക്കുള്ളതും ഇന്നത്തേക്കുള്ളതും ഒക്കെ സെറ്റാക്കി വെക്കണം. അവർ വരുമ്പോൾ നമുക്ക് വർത്തമാനം പറയാൻ മാത്രമേ സമയം ഉണ്ടാകാൻ പാടുള്ളൂ. അതാണ് എൻ്റെ ഉദ്ദേശം. അത് പിന്നെ കുറെ മറ്റേ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചിരുന്നു, ഇത് എവിടുന്ന് വാങ്ങിച്ചതാണ്, ഇത് എങ്ങനെയാണ്, ഇതിന്റെ രൂപ എത്രയായി എന്നൊക്കെ ചോദിച്ചിട്ട്. അഞ്ഞിട്ട് പോലെ ഇത് മൊരടൻ തെങ്ങ്. അത് അതിന്റെ പേരൊന്നും അറിയില്ല. ഏതൊരു കമന്റിൽ ഒരു കുട്ടി മറ്റേ അതിന്റെ കറക്റ്റ് എന്തോ അതിന്റെ സയന്റിഫിക്കൽ നെയിമാ തോന്നുന്നത്, അതൊക്കെ എഴുതിയിട്ട് ചോദിച്ചിരുന്നു എവിടുന്ന വാങ്ങിച്ചത് എങ്ങനെയാണെന്ന്. ഇത് നമ്മുടെ പെരുന്തൽമണ്ണ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന കുട്ടി തെങ്ങുണ്ടോ. അപ്പൊ ഇത് നമുക്ക് പെരുന്തൽമണ്ണ ഫെഡറൽ ബാങ്ക് ഇല്ലേ, ഫെഡറൽ ബാങ്കിന്റെ തൊട്ടടുത്തുള്ള ഒരു ചെടിക്കട, അതിനെ അങ്ങനെ തന്നെ ബൊട്ടാനിക്കൽ ഗാർഡൻ അല്ല, നഴ്സറി. നഴ്സറി എന്താണെങ്കിലും പ്ലാന്റിന്റെ നഴ്സറി എന്തെങ്കിലും ആവട്ടെ, അവിടുന്ന് വാങ്ങിച്ചു കിട്ടും. ഞാനിവിടെ വളാഞ്ചേരിയിൽ വേറെയും 1-2 ഷോപ്പിക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ നല്ല വില ഉണ്ടായിരുന്നു. 1000-ന്റെ പെരുന്തൽമണ്ണ തന്നെ. സോറി, ഇടക്കിടക്ക് വളാഞ്ചേരി കയറി, കുറെ വർഷം അവിടെ ജീവിച്ചല്ലേ, അതുകൊണ്ടായിരിക്കും വളാഞ്ചേരി കയറി വരുന്നത്. അപ്പൊ പെരുന്തൽമണ്ണത്ത് കുറെ ഷോപ്പിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് 1000-ന്റെ മുകളിലൊക്കെ വില ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇത് എനിക്ക് വെറും 450 രൂപക്ക്. അത് ഇത്ര വലിയ പ്ലാന്റ്, മറ്റേതൊരു കുഞ്ഞു പ്ലാന്റിന് പോലും അവര് നല്ല പൈസ പറഞ്ഞിരുന്നത്. പക്ഷെ ആ ഷോപ്പില് നല്ല അവിടുത്തെ ചെടികൾക്ക് നല്ല വിലക്കുറവുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പൊ മൂപ്പർക്ക് പ്രൊമോഷൻ ആയില്ലേ. അപ്പൊ ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ സംഗതി. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. നമ്മുടെ ഗസ്റ്റുകൾ വരുന്ന പ്രിപ്പറേഷൻ വീഡിയോ ആണ്. നമ്മുടെ പ്രിപ്പറേഷൻ വീഡിയോയിലേക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. അപ്പൊ അത് നമുക്ക് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് ഇന്നത്തെ പ്രിപ്പറേഷൻ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. വീണ്ടും രാവിലെ നീറ്റപ്പോ ഇന്നുകൂടെ സംശയം, എന്താ ഇത്ര പ്രിപ്പറേഷൻ ചെയ്യാറുണ്ടെന്ന്. ഇതൊക്കെയാണ് ഇതൊരു റൂമിന്റെ അവസ്ഥയാണ്. ഇത് അങ്ങനെയല്ല, മമ്മ ഒരു 8 മണി സായിമോൾക്ക് സ്കൂളിൽ പോകാനുള്ള കാരണം കൊണ്ട് നേരത്തെ നീട്ടിക്കണ്. അത് കഴിഞ്ഞിട്ട് മമ്മ സമയമല്ല, നമുക്ക് വേഗം പ്രിപ്പയർ ചെയ്യണം, സമയമല്ല. അപ്പൊ ചോദിച്ചാൽ എന്ത് പ്രിപ്പയർ ചെയ്യണം, കാരണം സാധാരണ വീട് വൃത്തിയാക്കുന്ന പോലെ വീട് വൃത്തിയാക്കുക, പിന്നെ ഫുഡ് ഉണ്ടാക്കുക. അത് ഒരു 6-7 മണിയാവും. നബിലാമ്മക്ക് ആൾക്കാര് നബിലാമ്മ കാണുന്നുണ്ടെങ്കിൽ അതായത് അവർ 6-7 മണിയാവും വരാൻ. എന്നാലും അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട്. നീ ആ ബെഡ്ഷീറ്റ് എടുത്തോണ്ട് പോയ കണ്ടോ, കുത്തി മറിച്ചിട്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ മക്കളെ. അങ്ങനെയൊക്കെയല്ലേ കുട്ടികളെ മുമ്പുണ്ടാവുക. നന്നായുള്ള കുട്ടി. സോ ഗൈസ്, ഇതാണ് മമ്മ പറഞ്ഞ ബെഡ്ഷീറ്റ്. നല്ല സുഖാട്ട് വിരിക്കാന്. മമ്മ സാധാരണ ബെഡ്ഷീറ്റ് ഒറ്റയ്ക്ക് വിരിക്കാറില്ല. പക്ഷെ ഒരു ദിവസം ഞങ്ങൾ വന്നപ്പോൾ മമ്മ ഒറ്റയ്ക്ക് ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചൊന്ന് സർപ്രൈസ് ആക്കി തന്നു. കാരണം എല്ലാ തെല്ലത്തും എല്ലാ സൈഡിലും അലാസ്റ്റിക് ആണ്. അതുകൊണ്ട് ബെഡ് നമുക്ക് ടൈറ്റ് ആയിട്ട് ഇരുന്നോളൂ. അവിടെ നമ്മൾ എങ്ങനെ കുത്തി പറഞ്ഞാലും എന്ത് കാട്ടിയാലും ബെഡ്ഷീറ്റ് പോരത്തില്ല ഗൈസ്. അവിടെ ഇടാനും സുഖമാണ്. അങ്ങനെ നമ്മൾ വിരുന്നുകാർ വരുന്ന പ്രമാണിച്ചിട്ട് വീടൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. നമ്മൾ ഈ ബങ്ക് ബെഡ് സംഗതി നല്ല രസമാണ്. പക്ഷേ ഇതിൻ്റെ രണ്ടാമത്തെ മുകളിലത്തെ കട്ടിനകത്ത് ഈ ബെഡ് വിരിക്കാനുണ്ടല്ലോ ഭയങ്കര പ്രയാസമാണ്. പക്ഷേ ഇങ്ങനത്തെ ഈ പിന്നിൽ അലാസ്റ്റിക് ഉള്ള ബെഡ്ഷീറ്റ് ആണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. പിന്നെ ബെഡ് കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുകയാണെങ്കിലും കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി സ്റ്റിഫായ ബെഡൊക്കെ ഒന്ന് വാങ്ങിക്കണം ഇൻഷാ അല്ലാ. നമ്മൾ ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചില്ലിക്കുള്ള മസാല ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഞാൻ വീട്ടിൽ കിട്ടിയ എല്ലാ സംഭവങ്ങളും എടുത്ത് പെറുക്കിടുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ട് പറയാനൊന്നുമില്ല. അതിലേക്ക് മെയിനായിട്ട് നമ്മൾ ചേർത്തിട്ടുള്ളത് നമ്മൾ ഈ മാഗിൻ്റെ ചിക്കൻ ക്യൂബും മുട്ടയും കോൺഫ്ലോറും മൈദയും മുളക് പൊടി, പിന്നെ ചില്ലി ചിക്കൻ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ കാശ്മീരി ചില്ലി, പിന്നെ നമ്മൾ സാധാരണ മുളക് പൊടി മിക്സ് ചെയ്ത മുളക് പൊടി നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ചെറുനാരങ്ങ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ കല്ല് പോലെ ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് പിഴിഞ്ഞാൽ ഈസി ആയിട്ട് വരുമായിരുന്നു. പക്ഷെ അതിനൊന്നും എനിക്ക് നേരവും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ എല്ലാ മസാലയും കൂടി ചേർത്തിട്ട് അങ്ങനെ മസാലയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ചിക്കനിൽ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നേരം എടുത്തു വെക്കണം. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് വരിക. ഇവിടെ ഇന്നുമോള് ഇനി ഹാളിലൊക്കെ വൃത്തിയാക്കാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. ആളൊരു പാട്ടൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ.
അല്ല എന്താ ആരെയും നോക്കിക്കണ്? അല്ല ഇപ്പൊ ഞാൻ അടിച്ചാൽ കിടക്കാറില്ല. അല്ലേലും ഇപ്പൊ ആരോട് അടിച്ചു തുറക്കാറ്? ഒന്നുമില്ല. ഇപ്പൊ ഞാൻ നല്ല അടിച്ചു വരാറ് കണ്ടാ. നമ്മളെ എന്താ നമ്മൾ വിളിക്ക് പേരിട്ടത്? ടുട്ടു. ടുട്ടു. നമ്മളെ ടുട്ടുമോനാണ് ഇപ്പൊ അടിച്ചു. മോനല്ല, ടുട്ടു മോളാ? ഓക്കെ. മോള് പറഞ്ഞിരിക്കുക പറഞ്ഞു കൊടുക്കണേ ഞാനൊക്കെ കാര്യങ്ങള് പറഞ്ഞെടുക്കല്ലേ? അണ്ടർ കൺട്രോളിലാ. ഓക്കെ. ഭയങ്കര ഉപകാരമാണ് കേട്ടോ ഈ ഒരു സംഭവം. അതായത് നമ്മൾ അടിച്ചു പോരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടച്ചു പോലെ ഭയങ്കര വാക്യൂം ക്ലീൻ ചെയ്യേണ്ട പോലെയാണല്ലോ. എക്സ്ട്രാ തുടപ്പിക്കാറില്ല, സ്ലീപ്പ് മോഡ് മാത്രമായിട്ട് അടിച്ചു വരിക്കും. അതെ, അടിച്ചു പോലെ തന്നെ തുടച്ചു പോലത്തെ ഒരു ഫീലിംഗ് ആണ്. നമ്മള് മറ്റേ തുടച്ചു പോലത്തെ ഒരു ഫിനിഷിങ് കിട്ടും. ഈ വാക്യൂം ക്ലീനർ ചെയ്യുന്ന വാക്യൂം ക്ലീനർ പോലെയാണല്ലോ ഇതിന്റെ വർക്ക്. അപ്പോൾ ചെറിയ ചെറിയ പൊടി പോലെ നമ്മൾ അടിച്ചു വാരി കിട്ടാത്ത പൊടി പോലെ ടുട്ടുമോൾ നന്നായി എടുക്കും. അങ്ങനെയാണ് ടുട്ടുമോൾ ജോലി ചെയ്തോട്ടെ. അനക്ക് ടുട്ടുമോൾ എടുക്കാത്ത വേറെ വല്ല പണികളില്ലേ? പോയി ചെയ്യ്. ആ ചെല്ലേ. വെറുതെ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള പേര് കുറച്ചേരം ചാരി അങ്ങനെ ചാരണ്ട പോരെ, മതി ചാരിയത്. റൂമ് കാര്യങ്ങള് എല്ലാതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് മെഗാ പാർട്ടിയാണ്. നമ്മൾ ടുട്ടുമോൾക്ക് പോകാൻ ഈസി ആവാൻ വേണ്ടിയാണ് ബസ് സ്റ്റൂളൊക്കെ കണ്ടുമ്പോൾ കയറ്റി വെച്ചിരിക്കുന്നത്. നമുക്ക് ജാൻജൂമ്പ് പോകണ്ടേ? ഇനി പോണോ? പ്ലേറ്റും ഗ്ലാസും തികഞ്ഞില്ല കൈസ്. പിന്നെ ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ വിരുന്നാൻ വരുമ്പോ നമ്മളെ വീട്ടിൽ ലക്സറി എന്ന് അറിയിക്കട്ടെ. അപ്പൊ ടേബിളിന്റെ സെന്ററിൽ വലിയൊരു കൊട്ടയിൽ കുറെ ഫ്രൂട്ട്സ് ഇരിക്കട്ടെ. മുന്തിരി, ആപ്പിൾ, ഓറഞ്ച്, ഇതേക്കുന്ന പ്രധാന സാധനങ്ങൾ. ഇതൊക്കെ മേടിച്ചിട്ടില്ല. അപ്പൊ ജാൻജൂമ്പ് പോകണ്ടേ? നടക്ക്. നമുക്ക് കുറച്ചുകൂടി സംഭവങ്ങൾ വാങ്ങിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ജാംജൂമിയൊക്കെ പോയിട്ട് വരാമേ. വേണ്ട വന്നോട് പണ്ട സമയം പോണേ. വേമ്പാ. ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങളെല്ലാം കരുതുന്നുണ്ടാവും ഞാൻ ഭയങ്കര ലാവിഷാണെന്നുള്ളത് കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നുമല്ല. സത്യത്തിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാർ വരുമ്പോൾ അത് ആര് തന്നെ ആയിക്കോട്ടെ, നമ്മളെ വീട്ടിൽ ഒരു ദാരിദ്ര്യം ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ നമ്മളെ വീട്ടിലേക്ക് വരാനുള്ള ആ ഒരു മൂഡ് പോവില്ലേ. എന്നെ സംബന്ധിച്ച് ഞാൻ വളാഞ്ചേരിയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഒരു വീട്ടിലേക്ക്, അത് വീഡിയോ കാണുന്ന ആൾക്കറിയും അറിയും, വിരുന്ന് പോകുമ്പോൾ എപ്പോഴും ഇല്ലായ്മയും വെല്ലായ്മയാണ് പറയുന്നത്. എല്ലായ്മ ഇല്ലാഞ്ഞിട്ട് തന്നെ ആയിരിക്കട്ടോ, ഇല്ല തന്നെ ആയിക്കോട്ടെ. പക്ഷെ നമുക്ക് പിന്നെ അങ്ങോട്ട് പോകാനുള്ള ആ ഒരു മൂഡുണ്ടാവുമോ? അപ്പോൾ നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിരുന്നുകാരെ വരുത്തിക്കാതിരിക്കായിരിക്കും ബെറ്റർ. വിരുന്നുകാർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ ഫുഡ് കൊടുക്കുമ്പോൾ ഓക്കെ നമ്മളെ കയ്യിലത് ഉണ്ട്, നമ്മളെ കയ്യിൽ ഉണ്ടായിട്ട് തന്നെ ഞങ്ങളെ വിളിക്കുന്നത് എന്നില്ല ആ ഒരു ഫീലിംഗ് അവർക്ക് കൊടുക്കുമ്പോഴാണ് അവരും നമ്മളെ വീട്ടിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുള്ളൂന്നാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം. എന്തിനൊക്കെ ഗസ്റ്റുകളില്ലേ എല്ലാവർക്കും ചായ കൊടുക്കല്. കച്ച മാംഗോ ഇന്നൊരു കൊത്തി കൊടുക്കണം. ഞങ്ങൾ സ്വല്പം ലക്ഷറി ആയ കാരണം കൊണ്ട് കക്കൂസിൽ നിന്ന് വെള്ളം വരുമ്പോൾ സാധാരണ എല്ലാവരും വീട്ടിൽ വെള്ള കളറല്ല, ഞങ്ങൾ രസമുള്ള ബൗളുകൾ, പക്ഷെ കാശ് കുറച്ച് കൂടുതലാണ്. എത്രാമത്തെ വട്ടാണെന്ന് അറിയില്ല. അങ്ങനെ ഇട്ടൂടെ കുറെ ദിവസമായി ജാൻജൂമ്പിൽ തന്നെയുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതായത് നമ്മളെപ്പോഴും എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മളെ അവസ്ഥ ഇല്ലായ്മയിൽ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഉമ്മ എപ്പോഴും പറയും നമ്മൾക്ക് എന്ത് ഇല്ല എന്നുണ്ടെങ്കിലും അതിങ്ങനെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. നമ്മളുള്ളതിന് വെച്ചിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ നമുക്കും ഓക്കെ അത് നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് നമ്മുടെ കയ്യിലേക്ക് വന്ന് ചേരും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അതെന്ന് വിചാരിച്ചിട്ട് കിട്ടുന്ന പൈസ മുഴുവനും കൊണ്ട് ദൂർത്തടിക്കണം എന്നുള്ളതല്ല. എനിക്ക് അത്യാവശ്യം നല്ല സേവിങ്സും ഉണ്ട്. ഓളെ കാണല്ല അടി തുടങ്ങി കഴിഞ്ഞ് വിശ്രമിക്കാൻ തോന്നുന്നത്. സ്വന്തമായിട്ട് ചാർജിങ് കേറിയിരിക്കും. ശരി, എന്റെ മക്കൾക്കില്ല ഇത്രയും അനുസരണം. വയസ്സാം കാലത്തെങ്കിലും ടുട്ടൂനെ കിട്ടിയെന്ന് നന്നായി. അതിനെ കുറിച്ച് നോക്കാൻ വെച്ചോ കുറച്ച് പ്രായമായാലും.
നമ്മൾ ഈ മിഠായി ഇങ്ങനെ വാങ്ങിച്ചിരിക്കുന്നത് ടേബിളുമ്പോൾ ഇങ്ങനെ വെക്കാനാണ്. അപ്പോൾ നമുക്ക് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാനേ പറ്റുള്ളൂ. നമ്മൾ ഷാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ശരി, നമ്മൾ പട്ടാഭിത്തെ വീട്ടിലേക്ക് പോയാലും നമ്മൾ ടേബിളുമ്പോൾ എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ കഴിക്കാമല്ലോ. അതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ അങ്ങനെ ഇന്നുമോൾക്കായിരുന്നു അത് നിർബന്ധം. അതങ്ങനെ തീർച്ചയായിട്ടും വേണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്തായാലും പടച്ചോൻ സഹായിച്ചിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കാനുള്ളൊരു പൈസ പടച്ചോൻ എൻ്റെ കയ്യിൽ കൊടുന്ന് തരുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതല്ലേ നമുക്ക് പടച്ചോനക്ക് നമുക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുള്ളൂ. നമ്മൾ ഏത് സമയത്തും കരഞ്ഞു പിരിഞ്ഞിട്ട് എനിക്കൊന്നും ഇല്ല പറയുമ്പോൾ പഠിച്ചോ വിചാരിക്കുമ്പോൾ അവൾക്ക് ഇല്ലായ്മയാണ് ഇഷ്ടം, എന്നാൽ കുറച്ച് ഇല്ലായ്മ കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം നമ്മൾ വീഡിയോൻ്റെ കമൻറ്റിൽ ചോദിച്ചിരുന്നു, നിങ്ങൾ ഈ ഹോർലിക്സും ബൂസ്റ്റൊക്കെ വാങ്ങിക്കുന്നത് അത് എന്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നതെന്ന്. ഞാൻ ഹോർലിക്സും ബൂസ്റ്റും നമ്മളിപ്പോൾ എല്ലാവരും വാങ്ങിക്കോലോ, പക്ഷെ എനിക്ക് എൻ്റെ വീഡിയോയിൽ ഇതൊക്കെ കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് കാണിക്കുന്നത്. സോപ്പ് എടുത്തു, സോപ്പ് അലമാരയിലുണ്ട്. ഏതെടുക്കണോ? ഡവ് എടുക്കണോ? പേഴ്സ് എടുക്കണോ? നമ്മുടെ ഒരു ബാത്റൂമിൽ ഡൗബില്ലേ, ഒരു ബാത്റൂമിൽ പേഴ്സ് എടുക്കട്ടെ. അതാ ലക്ഷറി ജാസ്മിൻ കുട്ടി വന്ന് കയറിയതും നമ്മൾ ചോദിച്ചു ക്യാരറ്റ് ഹൽവ എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞിട്ട് ഷഷ്ടി പൂർത്തി ഏറ്റു. അത് ഊരാനായിട്ടില്ല. അതിന് മാർച്ച് മെയ് ഒക്കെ ബർത്ത്ഡേ വരാണ്ട് അതിനൊക്കെ നമ്മൾ വേണ്ടേ. അതായത് അപ്പൊ ജാസ്മിനോട് ഞാൻ ചോദിച്ചു, നന്നാരി വെള്ളം പോരേന്ന്. പോരാ, നന്നാരി വെള്ളത്തിൽ ഒതുക്കുക, അങ്ങനെ ഒതുക്കൂല. അപ്പോൾ മാംഗോ ജ്യൂസ് തന്നെ വേണത്രേ. എന്താ പിന്നെ മാംഗോ ജ്യൂസ് അല്ല, എന്നിട്ട് ചോദിച്ചു നന്നാരി വേണോ ബൂസ്റ്റ് വേണോ? മാംഗോ. അവിടെ മുക്കില മാംഗോ കിടക്കുന്ന കണ്ടിട്ട് കാണിക്കാൻ വേണ്ടി വെച്ചത് കണ്ടോ. ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം വെച്ച സാധനങ്ങളാണ്. ഇതാ അങ്ങോട്ട് കുടിക്കുന്ന മാംഗോ ജ്യൂസ് തന്നെയാ. മാംഗോ ജ്യൂസ് കുടിക്കും. സായക്കുട്ടി വരും. സായക്കുട്ടി കുറെ പായസം ആവണം. കഞ്ഞിക്ക് കുറെ വിസിൽ വേണം. വാച്ച് പോയിന്നോ? എന്താ എങ്ങോട്ട് പോയി? എടാ ഈ ആൾക്കാർ വന്നത് കണ്ടേ? എപ്പോഴും വന്നതൊക്കെ ചോദിച്ചോ? ആൾക്കാർ വന്നതൊക്കെ ചോദിക്കാം. എപ്പോഴും വന്നതൊക്കെ ചോദിക്കണ്ടേ? അച്ഛനാ അമ്മച്ചി ഒക്കെ വന്നിട്ടുണ്ട്. അമ്മച്ചി വന്നതും ജോലിക്ക് ഇറങ്ങിയോ? അമ്മച്ചി ആൾക്കാർ മറ്റേ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എന്നെ ഓടിക്കും. അമ്മച്ചി വന്നിട്ട് ഇങ്ങോട്ട് അമ്മച്ചിക്ക് പലതാണ്. ജാസ്മി കുട്ടി പിന്നെ നല്ല പേര് സമ്പാദിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ജാസ്മി കുട്ടിയുടെ വകയാണ് കേട്ടോ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ്. അയ്യോ എനിക്ക് വേല. എല്ലാവരും കുറച്ച് കഴിഞ്ഞ് വരും. മഷൂനെ കൊണ്ട് പുറത്ത് കളിക്കാൻ പറ്റുമോ? പുറത്തൊന്നും കൊടുത്തിട്ടില്ല. ജാസ്മിക്കുട്ടി ഇമ്മി നേരത്തെ വന്ന കാരണം കൊണ്ട് എൻ്റെ ജോലിയൊക്കെ ഒന്ന് കുറച്ച് ഈസി ആയിട്ടോ. ജാസ്മിക്കുട്ടി പിന്നെ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാമെന്ന് ഏറ്റവും നമുക്കിന്ന് രാത്രി നമ്മൾ മെനു ഉദ്ദേശിച്ചിരിക്കുന്നത് പൊറോട്ടയും പത്തിരിയും പിന്നെ വെജിറ്റബിൾ കുറുമയും പിന്നെ ചിക്കൻ ചില്ലിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അതിൽ പൊറോട്ടയും പത്തിരിയും നമ്മൾക്ക് ജാസ്മിക്കുട്ടിയുടെ കെട്ടിടന്ന് വന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടില്ലേ. സേതുട്ടിൻ്റെ ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത് കേട്ടോ. ഓന് സ്പോൺസർ ചെയ്തതാണ്, നമ്മൾ വാങ്ങിക്കുന്നതല്ല. ഒന്ന് കുളിച്ചൂടെ? മനുഷ്യന്മാര് വരണല്ലേ, എന്തെങ്കിലും ഒന്ന് കുളിച്ചൂടെ? പണിയായിട്ടില്ലേ? ഓ എന്തോ ഒരു പണിയാ. തേങ്ങാപ്പാലുണ്ടാക്കി തേങ്ങ അരക്കുക. ജാസ്മിക്കുട്ടി ജാസ്മിനോട് കത്തി ഉണ്ടോന്ന് കൊടുത്ത് ഞാനോട് വലിയ കത്തി കിട്ടിയില്ലേ? പത്തകച്ചിട്ട് ഞാൻ ഒണ്ടിയാ പറഞ്ഞിട്ട് കുറുവാസാക്ക പത്താരം പേടിക്കണ്ട. ഒരു തല്ലൊക്കെ ചിക്കൻ വറുത്ത് കോരുന്നു. കുറുമ ചിക്കൻ കുറുമ ഇതാണ് ചിക്കൻ കുറുമ. മസാല എടുത്തോളൂ. ജാസ്മിൻകുട്ടി മറ്റേ ഡ്രസ്സിനനുസരിച്ച് നെയിൽ എക്സ്റ്റൻഷൻ ഒക്കെ വെച്ച് വന്നിട്ട് അവിടെ കുക്കിംഗ് വീഡിയോ ആരും എടുത്തില്ല എന്ന് പറയണത്. അതല്ല ഇതാണ് ഇതാ കാണിക്കണ്ടത്. ഹൈലൈറ്റ് ഇതാണ്. ഓ ഒന്നും പറയാനത് കറിയായിരിക്കും കർച്ചനെ കാണുമ്പോ തന്നെ. എന്താ ഉച്ചക്ക് വലിയ പാത്രമുണ്ടോ എന്ന് ചോദിച്ചു. രണ്ടാവ് തന്നെ ഞാൻ കൊണ്ടു കൊടുക്കുകയാണ്. ഇത് നമ്മള് പൈനാപ്പിൾ നമ്മൾ എപ്പോഴും വാങ്ങിക്കും, പക്ഷെ ഇത് നമ്മൾ കളയലാണ്. ഇത് നമ്മൾ കുറേ ദിവസമായിട്ട് വെച്ചതാണ് കേട്ടോ. നമ്മൾ ഏകദേശം വീടിരുന്ന് ആ കാലത്ത് അങ്ങോട്ട് വെച്ചത് തോന്നുന്നു. ഇതിപ്പോൾ വേറെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ചെടിച്ചട്ടിക്ക് വെക്കണം കേട്ടോ. ഇൻഡോർ പ്ലാന്റ് ഒന്നും അല്ല, എന്നാലും കുറച്ച് ദിവസം ഇങ്ങനെ നിൽക്കുക. അത് കാണാനുള്ള ഭംഗിയുണ്ടാവും. നമ്മൾ ചില്ലി ചിക്കനിലേക്കുള്ള മുളക് വറുത്തുകൊണ്ടിരിക്കുകയാണ്.
നമ്മളിവിടെ സ്വിമ്മിംഗ് പൂൾ 6 മണിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർ മങ്കടന്ന് വരുന്ന ആൾക്കാർ വേഗം വരാൻ കുറച്ചും വൈകും. അപ്പം നമ്മളിവിടെ കേക്കും ബൂസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ. അതല്ലാതെ ഇപ്പോൾ വേറെ വഴിയില്ല. നമുക്കിപ്പോൾ ഇങ്ങനെ ഇത് കൊണ്ടുപോകാം. അപ്പോൾ കുട്ടികൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുടിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ക്രക്സ് ലൈഫിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. സോറി, നമ്മൾ 6 to 8 കേട്ടോ പൂള് പറഞ്ഞിട്ട് 6 മണിയായി. ആ പുള്ളിക്ക് പോകണ ബാഗുണ്ട്. ഒന്നാമത് ജാസ്തി ഇടിക്കുന്നുണ്ട് ഇറങ്ങാൻ. എൻ്റെ ബാഗൊക്കെ എല്ലാവരും കണ്ടാ ലൈറ്റ് നോഫേക്ക് പിന്നെ എന്താ അത് സാല ആ ലൈറ്റൊക്കെ നോഫേക്ക് വേഗം കുടിവെള്ളം എടുത്തിട്ടില്ലേ? വേഗം പൊട്ടിട്ട് ചാവി ബാഗിൽ സേഫാക്കി വെക്കിട്ടോ. വേഗം നടന്നോളി. അങ്ങനെ നമ്മുടെ ക്രക്സ് ലൈഫ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജാസ്തി കുട്ടി വരെ വേഗം എത്തിയാലോന്ന് വേഗം പാഞ്ഞു പോയിക്കോളിയും. നമ്മൾ ക്രക്സ് ലൈഫിക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല നിൽക്കണ്ട് മച്ചു വരുമ്പോ ജാസ്യമൊക്കെ വഴിയാണ് നിൽക്ക്. എന്താ അടച്ചിട്ട് ഓണാണ്. ഓ ഇവിടെ തുടങ്ങിയണോ? വാ രസല്ലേ? ഞാൻ ശരിയാക്കി തരാം. ജാസ്യമ്മ ഒരുങ്ങി വന്നിട്ടുണ്ട്. തലക്ക് മേലെ കാണിച്ചു, കീഴെ കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ട്. ജാസ്മിക്കുട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഗായ്സ്. ആ ചാടിയോ? ഓ ഹലോ, എവിടെ പൂളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ എവിടെ പോയി കിടക്കാം? വന്നോട് പെണ്ണുരുത്തിയേ അവിടെ കിടന്നു. ജാസ്മിക്കുട്ടിയൊക്കെ നിനക്ക് പൂള് കാണുന്നതിന്റെ എക്സ്പ്രഷൻ കാണാനാണ്. അതൊക്കെ സംശയമല്ല, എന്ത് വൈകി സംശയം നടക്ക്. അസൂട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു സ്വിമ്മിംഗ് പൂളത്തെ അനുഭവം? നല്ല രസമുണ്ടോ? അടിപൊളിയാ? അടിപൊളിയാ? ഇഷ്ടപ്പെട്ടാ? വെള്ളം വലുത് ചെറുത്. ഓക്കെ, നമ്മൾ എല്ലാവരും പൂളിന്ന് കയറിയിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി വേണം. അപ്പോഴിത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്കിനി നെബ്ലൂട്ടിയും ശൈലാത്തിയും ഒക്കെ വന്ന വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ ഇട്ട് വരാം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.